റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ കഴിഞ്ഞ ദിവസം മുതൽ ഒരു ഡ്രോൺ ആക്രമണം നടത്താൻ ഉക്രൈൻ ശ്രമിക്കുന്നു. അതിൽ മോസ്കോയിലെ ഒരു സ്ത്രീയും മരിച്ചു. ഇതിനെ ഒരു ക്രിമിനൽ കേസായി ഫയൽ ചെയ്ത് റഷ്യ അതിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായും ഉക്രൈന് തിരിച്ചടി നൽകുമെന്നും അവരുടെ സ്റ്റേറ്റ്മെന്റിലൂടെ പറഞ്ഞു. അതിന്റെ തുടക്കമെന്ന വണ്ണം ഇപ്പോൾ ഒരുപാട് സംഭവങ്ങൾ റഷ്യയിൽ തന്നെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒറ്റ ദിവസത്തിൽ ഡൊണറ്റ്സ് റീജിയണിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നഗരം, 3 വില്ലേജസ് റഷ്യ കൈപ്പറ്റി. ഉക്രൈൻ കേഴ്സ് മേഖലയിൽ എത്ര തന്നെ കുറച്ച് പ്രദേശം പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ഉക്രൈനുള്ളിൽ തന്നെ ഉക്രൈൻ ഗവൺമെന്റിനെതിരെ ഒരുപാട് ശബ്ദങ്ങൾ ഇപ്പോൾ ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട് ലൈനിലുള്ള ഉക്രൈൻ സൈനികർ എങ്ങനെയാണ് റഷ്യൻ സൈനികർക്കിടയിൽപ്പെട്ട് നട്ടം തിരിയുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ചിത്രം ആ ഫ്രണ്ട് ലൈനിലെ ഉക്രൈന് വേണ്ടി പോരാടുന്ന ഉക്രൈൻ സൈനികർ തന്നെ മീഡിയയ്ക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞു. ഇതുവഴി ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങി. കൂടാതെ ഗാസ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് വ്യക്തമായി അറിയാം. ഈ അൽമവാസിയിൽ ഒരു എയർ സ്ട്രൈക്ക് ഇസ്രായേൽ ചെയ്തതിന് ശേഷം അതിനെ തുടർന്ന് പല സംഭവങ്ങൾ ഗാസയിൽ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങളൊന്നും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. ഇസ്രായേലിനെതിരെ ഏതൊരു രാജ്യവും വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഒന്നും നൽകിയിട്ടില്ല. യുഎന്റെ എൻവോയ് ഒരു കാര്യം പറഞ്ഞു: ഇസ്രായേൽ നടത്തുന്ന ഈ ആക്രമണം വരാൻ പോകുന്ന ദിവസങ്ങളിൽ വർദ്ധിക്കും. ലോകരാജ്യങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു സീസ് ഫയർ കൊണ്ടുവരാൻ ശ്രമിക്കുക. അങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ വീണ്ടും വളരെ മോശമാകും എന്നതല്ലാതെ ഒരിക്കലും കുറയില്ല എന്ന് പറഞ്ഞു. കൂടാതെ യുഎന്റെ ഒഫീഷ്യൽ കണക്കനുസരിച്ച് 41,060 പേർ ഗാസയിൽ ഇതുവരെയും കൊല്ലപ്പെട്ടു. ഇതിൽ 16,000 പേർ 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണ്. കൂടാതെ ഇസ്രായേലിൽ ഈ ഒരു പ്രശ്നം ആരംഭിച്ചതിന് ശേഷം 16,000 പേരോളം കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം. വെസ്റ്റ് ബാങ്കിൽ 600-ൽ കൂടുതൽ വ്യക്തികൾ ഒക്ടോബർ 7 മുതൽ സെപ്റ്റംബർ 10-ാം തീയതിക്കുള്ളിൽ മരിച്ചിട്ടുള്ളതായും ഒഫീഷ്യലായിട്ടുള്ള കണക്ക് പറഞ്ഞു. എന്നാൽ ഗ്രൗണ്ടിൽ നടക്കുന്ന സംഭവങ്ങൾ, അതിന്റെ യഥാർത്ഥ കണക്ക് നോക്കിയാൽ ഇസ്രായേലിൽ ഈ മരണസംഖ്യ കൂടുതലാണ്. അതിലും കൂടുതലാണ് ഗാസയിൽ, വെസ്റ്റ് ബാങ്കിലും കൂടുതൽ തന്നെയാണ്. ഇതിനിടയിൽ UK ഒരു കാര്യം പറഞ്ഞു: ഇസ്രായേലിന്റെ ആക്രമണം ഞങ്ങളെ വല്ലാതെ ഞെട്ടിപ്പിച്ചു. ഇസ്രായേൽ ഈ മവാസി ഭാഗത്തുള്ള സേഫ് സോണിൽ ആക്രമണം നടത്തിയത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഡിപ്ലോമാറ്റിക്കലായി ഈ ഒരു പ്രശ്നം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തന്നെ ഇറങ്ങണമെന്നും പറഞ്ഞു. തുർക്കിയും അവരുടെ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെയുള്ള ആക്രമണം നടത്താൻ പാടില്ല. അങ്ങനെ നടത്തുകയാണെങ്കിൽ ലോകരാജ്യങ്ങൾ കണ്ട് വെറുതെ ഇരിക്കില്ല. ഇതിനുള്ള പ്രതികാരം ഗാസ വഴി തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും. ലോകരാജ്യങ്ങൾ എല്ലാവരും ചേർന്ന് ഇസ്രായേലിൽ ഒരു സീസ് ഫയർ കൊണ്ടുവരണം എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതല്ലാതെ പ്രാവർത്തികമായി ഏതൊരു രാജ്യവും ഒന്നും തന്നെ ചെയ്യുന്നില്ല. കൂടാതെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇസ്രായേൽ മുഴുവനും ഇപ്പോൾ വളരെ ചർച്ചാ വിഷയമായി മാറി. ലോകരാജ്യങ്ങളെല്ലാം അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. 6 ഹോസ്റ്റേഴ്സിനെ അടുത്തിടെ ഹമാസ് കൊല്ലുകയും അവരുടെ മൃതദേഹം ഇസ്രായേൽ ഏറ്റെടുക്കുകയും ചെയ്തു. ഈ ഒരു സംഭവത്തിന് ഹമാസിനെ കൊണ്ട് എത്രയും പെട്ടെന്ന് മറുപടി പറയിപ്പിക്കും, ഞങ്ങളുടെ പ്രതികരണം വളരെ മോശമായിരിക്കും എന്ന് പറഞ്ഞ അടുത്ത ചില മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു ആക്രമണം അവിടെ നടത്തി. അപ്പോൾ തീർച്ചയായും വരാൻ പോകുന്ന ദിവസങ്ങളിൽ വീണ്ടും ഇവരുടെ ആക്രമണം തീവ്രമാകും എന്നതല്ലാതെ കുറയാൻ പോകുന്നില്ല. കുറയാൻ യാതൊരു സാധ്യതയുമില്ല. കൂടാതെ മറ്റൊരുപാട് പേരുടെ മൃതശരീരം മവാസി പ്രദേശത്ത് മണ്ണിനടിയിലും അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മരണനിരക്ക് കൂടാനുള്ള സാധ്യതയും ഉണ്ട്. പോളിയോ വാക്സിനേഷൻ റൗണ്ട് എല്ലാം ഗാസയിൽ ഇപ്പോൾ കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ എയർ സ്ട്രൈക്ക് അവിടെ വർദ്ധിച്ചു വരുന്നതുകൊണ്ട്. ഇത് കൂടാതെ ഇസ്രായേൽ മറ്റൊരു കാര്യം കൂടെ ചെയ്തു. ഹിസ്ബുള്ളയുടെ എലൈറ്റ് കമാൻഡർ ഒരാൾ മോട്ടോർ സൈക്കിൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ ലെബനൻ ഹൈവേക്കുള്ളിൽ വെച്ച് തന്നെ ടാർഗറ്റഡ് കില്ലിംഗ് നടത്തി. അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഹിസ്ബുള്ള ഇതിനെക്കുറിച്ച് ഒഫീഷ്യലായി ഒന്നും തന്നെ അറിയിച്ചിട്ടില്ല. ഇദ്ദേഹം ഹിസ്ബുള്ള യൂണിറ്റിലെ വളരെ എലൈറ്റായ ഒരു കമാൻഡറാണ്. ഇദ്ദേഹത്തെ ഒരുപാട് ദിവസമായി ഇസ്രായേൽ വാണ്ടഡ് ലിസ്റ്റിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ആക്രമണം അധികമായപ്പോൾ ഇവരെയും ഇസ്രായേൽ കൊന്നു. ഇങ്ങനെ ഇസ്രായേൽ ഗാസ പ്രശ്നം അധികമായിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഹൂത്തികളെ സംബന്ധിക്കുന്ന 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി. ഒന്നാമത്തേത്, അമേരിക്കയുടെ MQ റീപ്പർ ഡ്രോണിനെ ഞങ്ങൾ വീണ്ടും ആക്രമിച്ചുവെന്ന് ഹൂത്തികൾ പറയുകയും അതിനുള്ള തെളിവുകളെല്ലാം പുറത്തുവിടുകയും ചെയ്തു. ഈ സമയം US UK ചേർന്ന് നടത്തിയ ഒരു എയർ അറ്റാക്കിൽ ഹൂത്തികളിലെ 2 വ്യക്തികളെ കൊന്നതായും ഹൂത്തീസ് ഓറിയന്റഡ് മീഡിയയിൽ ഒരു വിവരം പുറത്തുവന്നു. അങ്ങനെയാണെങ്കിൽ ഹൂത്തികളും ഇപ്പോൾ വെളിച്ചത്തിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 10 ദിവസത്തിനുള്ളിൽ 2ാമത്തെ റീപ്പർ ഡ്രോണിനെയാണ് വീഴ്ത്തിയിരിക്കുന്നത്. അമേരിക്കയ്ക്കെതിരെ ഹൂത്തികൾ ഇങ്ങനെയുള്ള ഡ്രോണിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതിലൂടെ ഡ്രോൺ വാങ്ങണം എന്ന് താല്പര്യം കാണിക്കുന്ന മറ്റ് രാജ്യങ്ങൾ അല്പം ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കും. നമ്മുടെ ഇന്ത്യയും ഇത് വാങ്ങണം എന്നുള്ള ചിന്തയിലാണ്. തീർച്ചയായും ഇന്ത്യ അല്പം ചിന്തിച്ചു മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ. അതും നല്ലത് തന്നെയാണ്. മിഡിൽ ഈസ്റ്റിൽ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം എന്നത് ഡോൺബോസ് മേഖലയെ വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡോൺബോസിൽ ഉക്രൈൻ കൗണ്ടർ ഒഫൻസീവ് എന്തെങ്കിലും നടത്തിയോ, അല്ലെങ്കിൽ റഷ്യ സെറ്റിൽമെന്റ്സ് എന്തെങ്കിലും അധികമായി ക്യാപ്ചർ ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇതിനെക്കുറിച്ച് അല്പം വിശദമായി തന്നെ നമ്മൾ അറിയണം. മോസ്കോയിൽ ഒരു ദിവസം മുൻപ് ഉക്രൈൻ ആക്രമണം നടത്തി.
അതിന്റെ തുടർച്ചയായി ഇപ്പോൾ സംഭവിക്കുന്നത് ആ റീജിയണിലെ ഗവർണർ അവിടെ അഡ്മിറ്റായ വ്യക്തികളെല്ലാം ആശുപത്രിയിൽ പോയി കണ്ടു. മരണനിരക്ക് തീർച്ചയായും വർദ്ധിക്കും. ഒരാൾക്ക് ബ്രെയിൻ ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്. എക്സ്പ്ലോഷൻ വേവ്സ് കാരണം ബ്രെയിൻ ഇഞ്ചുറി സംഭവിച്ചു. മറ്റൊരു വ്യക്തിക്ക് ഇതുപോലെ സിവിയർ ഇഞ്ചുറി ഉണ്ട്. അപ്പോൾ തീർച്ചയായും മരണനിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഗവർണർ ഒരു കാര്യം പറഞ്ഞു. കൂടാതെ ക്രെംലിൻ പറഞ്ഞിരിക്കുന്നത് റഷ്യൻ ഫെഡറേഷനിൽ ഒരുപാട് ടെററിസ്റ്റ് ആക്രമണം നടത്താൻ ഉക്രൈൻ പദ്ധതി നടത്തുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ റഷ്യയുടെ സമാധാനം നശിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. ഇവയ്ക്കെല്ലാം ഉക്രൈൻ ഉത്തരം പറയേണ്ടി വരും. ഉക്രൈൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും തീർച്ചയായും അവർ ഉത്തരം നൽകുമെന്നും ഒരു അപ്ഡേറ്റ് പറഞ്ഞു. ഇപ്പോ ഡോൺബോസ് റീജിയനെ സംബന്ധിച്ച് പ്രശ്നം ആരംഭിച്ചതിന് കാരണം തന്നെ അതാണ്. ഡോൺബോസ് റീജിയനിലുള്ള ഡൊണറ്റ്സ് പീപ്പിൾ റിപ്പബ്ലിക്, ലുഹാൻസ് പീപ്പിൾ റിപ്പബ്ലിക് ഇവർ അടിസ്ഥാനമാക്കിയാണ് യുദ്ധം തന്നെ തുടങ്ങിയത്. ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിന്റെ പ്രധാന ഘട്ടമായ പോക്രോസിലാണ് ഉക്രൈനും റഷ്യയും നിൽക്കുന്നത്. ഇത് ദ എക്കണോമിക്സിൽ സെപ്റ്റംബർ 8 പുറത്തുവന്ന ഒരു ആർട്ടിക്കിളാണ്. വളരെ വിശദമായ ഒരു കാര്യം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് ലൈനിൽ റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഉക്രൈൻ സൈനികരെ ഇന്റർവ്യൂ എടുത്തതിൽ അവർ ഒരു കാര്യം പറഞ്ഞു. ഈ പോക്രോസ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ നേരത്തെ അറിഞ്ഞതാണ്. അതിനാൽ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇപ്പൊ നമ്മൾ കാണുന്നില്ല. ആ സ്ഥലത്തെ യുദ്ധം എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, ഉക്രൈൻ അവിടെ എങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നേരിടുന്നത്, പ്രധാനമായും അവിടെയുള്ള സൈനികർ, ഇതിനും കേഴ്സ്ക് അധിനിവേശത്തിനും എന്താണ് ബന്ധം, ഇതാണ് ഇപ്പൊ നമ്മൾ അറിയാൻ പോകുന്നത്. കേഴ്സ്ക് അധിനിവേശത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റേബിൾ കണ്ടീഷനിലാണ് ഇപ്പോഴുള്ളത്. റഷ്യ ക്യാപ്ചർ ചെയ്യുക, ഉക്രൈൻ വീണ്ടും റീഗെയിൻ ചെയ്യുക, ഇങ്ങനെ മാറി മാറി പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കേഴ്സ്ക് അധിനിവേശം നടന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഉക്രൈൻ അവരുടെ ഫ്രണ്ട് ലൈൻ വീണ്ടും കുറച്ചു ദിവസം കൂടെ ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ സാധിക്കുമായിരുന്നു എന്ന് ഉക്രൈൻ സൈനികർ തന്നെ പറയാൻ തുടങ്ങി. അതിന് ഒരു നല്ല ഉദാഹരണവും പറയാം. 59 ബ്രിഗേഡിലെ 100 സൈനികരെ പോക്രോസ് ഭാഗത്ത് ഡിഫെൻഡ് ചെയ്യാനായി ഉക്രൈൻ കൊണ്ടുവന്ന് നിർത്തി. യുദ്ധം സജീവമായി നടക്കുന്ന ഒരു പ്രദേശത്ത് 10 ദിവസത്തിന് മുൻപ് അവരെ കൊണ്ടുവന്ന് നിർത്തി. എന്നാൽ വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ 100 എന്ന സംഖ്യ 0യിലേക്ക് വന്നു. കൂടാതെ ഡോൺബോസ് റീജിയണിൽ ഉക്രൈന്റെ ഫ്രണ്ട് ലൈൻ എല്ലാം കൊളാപ്സ് ആയി തുടങ്ങി. ഡിഫെൻഡ് ചെയ്യാൻ പോലും അവിടെ ആളുകളില്ല. 100 പേർ ഡിഫെൻഡ് ചെയ്യേണ്ട സ്ഥലത്ത് 20-30 പേരെ വെച്ചുകൊണ്ട് മാത്രമാണ് ഉക്രൈൻ ഡിഫെൻഡ് ചെയ്യുന്നത്. ഈ സമയത്ത് റഷ്യ ഒരു വെൽ പ്ലാൻഡ് ഒഫൻസീവ് നടത്തുകയാണെങ്കിൽ ഉക്രൈന്റെ ഫ്രണ്ട് ലൈൻ എല്ലാം ഡോൺബോസ് റീജിയണിൽ ഒറ്റ ദിവസത്തിൽ തകരും. ഈ കേഴ്സ്ക് അധിനിവേശത്തിൽ മറ്റ് രാജ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ എങ്ങനെയുള്ള ശ്രമങ്ങളാണോ ഉക്രൈൻ നടത്തിയത്, ആ ശ്രമങ്ങൾ ഈ സ്ഥലത്ത് നടത്തിയിരുന്നുവെങ്കിൽ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളെ, മറ്റ് സൈനികരെ ഞങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തേണ്ട സാധ്യത വരില്ലായിരുന്നുവെന്ന് ഉക്രൈൻ സൈനികർ തന്നെ ഇപ്പൊ പറയാൻ തുടങ്ങി. പറഞ്ഞു വന്നാൽ ഉക്രൈൻ സൈനികർ പറയുന്നതെല്ലാം സത്യമാണ്. ഒരുപാട് പേർ ചിന്തിക്കാം ഉക്രൈൻ കൗണ്ടർ ഓഫൻസീവ് എല്ലാം ചെയ്യാൻ തുടങ്ങി, അവരുടെ ടാങ്ക് യൂണിറ്റ് എല്ലാം അകത്തേക്ക് കയറി അടിക്കാൻ തുടങ്ങിയെന്നൊക്കെ. എന്നാൽ അതിനുശേഷം വന്ന വാർത്ത ആരെങ്കിലും ശ്രദ്ധിച്ചോ? അകത്തേക്ക് ഉക്രൈൻ അവരുടെ ടാങ്ക് യൂണിറ്റിനെ കൊണ്ടുവരികയും റഷ്യയെ ഒരു 2 ദിവസത്തോളം നിയന്ത്രിക്കുകയും ഫ്രണ്ട് ലൈൻ സ്റ്റേബിൾ ആക്കാനും ശ്രമിച്ചു. എന്നാൽ അടുത്ത ചില മണിക്കൂറിൽ തന്നെ റഷ്യയുടെ ആർട്ടിലറി സ്ട്രൈക്കും മിസൈൽ സ്ട്രൈക്കും നടക്കുകയും അവരുടെ ടാങ്ക് യൂണിറ്റ് മുഴുവനായും നശിപ്പിക്കുന്നു. അവിടെ ഇപ്പോൾ റെസിസ്റ്റൻസ് അധികമൊന്നുമില്ല. ഉക്രൈൻ ഏത് ടെറിട്ടറിയാണോ റഷ്യയിൽ നിന്നും ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചത് അതിപ്പോ റഷ്യയുടെ കൈകളിലേക്ക് തന്നെ വീണു. ഉക്രൈൻ അവരുടെ സൈനികരെ ഉപയോഗിച്ച് ആ സ്ഥലത്ത് മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ല. മാനേജ് ചെയ്യാൻ ആവശ്യമായ സൈനികരും അവരുടെ പക്കലില്ല. ഈ സമയം അമേരിക്കയെ തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ അഭിപ്രായങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും കേഴ്സ്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റ് വരെ എത്തണം എന്നെടുത്ത ഓരോ തീരുമാനവും ഉക്രൈന് വീണ്ടും തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുന്നു. വളരെ മോശമായ രീതിയിൽ അവർക്കത് വേദനിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട 3 കാരണങ്ങളുണ്ട്. ഒന്ന്, നേരിട്ട് നാറ്റോ സൈനികരെ അകത്തേക്ക് കൊണ്ടുവരിക. അതിനുള്ള സാധ്യത ഇപ്പോൾ ഇല്ല. അടുത്തത്, എങ്ങനെയെങ്കിലും കേഴ്സ്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ ക്യാപ്ചർ ചെയ്ത് ഒരു നെഗോസിയേഷൻ ടേബിളിൽ ഇരിക്കുമ്പോൾ ഉക്രൈന് വാദിക്കാൻ ഒരു കാരണമുണ്ടാക്കുക. ഈ പവർ പ്ലാന്റ് ഞാൻ തിരികെ നൽകണമെന്നുണ്ടെങ്കിൽ എന്റെ പ്രദേശങ്ങൾ വിട്ട് നീ പുറത്തേക്ക് പോകണമെന്ന് ഒരു ഡിമാൻഡ് വയ്ക്കാം. എന്നാൽ ഈ പവർ പ്ലാന്റിനെ ഉക്രൈൻ ഇപ്പോൾ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതും തീർച്ചയായും ഇല്ല. കാരണം റഷ്യ അവരുടെ ഡിഫൻസീവ് ലൈനെല്ലാം അവിടെ സ്ട്രോങ് ആക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ ക്യാപ്ചർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഒരിക്കലും റഷ്യ കൊണ്ടുവരില്ല. കൂടാതെ ഈ കേഴ്സ്ക് അധിനിവേശത്തിലൂടെ അവർ പ്രധാനമായും ഉദ്ദേശിച്ചത് റഷ്യയുടെ ശ്രദ്ധയെ തിരിപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ അതും സംഭവിച്ചില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു നഗരം, അതോടുകൂടി 3 വില്ലേജസും ഡോൺബോസ് റീജിയണിൽ റഷ്യ ക്യാപ്ചർ ചെയ്തു. അങ്ങനെ ഉക്രൈൻ ചെയ്ത പദ്ധതിയെല്ലാം കാരണം ഉക്രൈൻ ഫ്രണ്ട് ലൈൻ കൊളാപ്സ് ആവുകയും ഉക്രൈന് തന്നെ അത് തിരിച്ചടിയാവുകയും ചെയ്തു. ഇതെല്ലാം കേഴ്സ്ക് അധിനിവേശം കാരണം സംഭവിച്ചതാണ്. ഈ 3 പ്രദേശങ്ങൾ ഏതാണെന്ന് നോക്കിയാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രദേശം ക്രസ്നോഹോർവിക. ഇത് ഉക്രൈന്റെ നിയന്ത്രണത്തിലായിരുന്നു, ഇപ്പോൾ റഷ്യയുടെ നിയന്ത്രണത്തിലേക്ക് വന്നു. അടുത്ത 3 പ്രധാനപ്പെട്ട ഗ്രാമങ്ങൾ ഗ്രൈഗോർവിക, ഹാലിസ്റ്റീൻവിക, വാഡിൻ. ഈ 4 പ്രദേശങ്ങൾ റഷ്യയുടെ നിയന്ത്രണത്തിലേക്ക് ഒറ്റ ദിവസത്തിൽ വന്നു. ഇതിൽ ക്രസ്നോഹോർവിക വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്.
ഒരുപാട് മാസങ്ങളായി ഇത് ഉക്രൈന്റെ നിയന്ത്രണത്തിലായിരുന്നു. ഔദ്യോഗികയിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു പ്രദേശം റഷ്യ പിടിച്ചെടുക്കണമെന്ന് ചിന്തിച്ചു. പക്ഷെ പെട്ടെന്ന് അത് അവരെ കൊണ്ട് പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. എന്നാൽ അങ്ങനെയുള്ള ഒരു പ്രദേശമാണ് ഇപ്പോൾ റഷ്യയുടെ നിയന്ത്രണത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇത് ഉക്രൈന്റെ ഫ്രണ്ട് ലൈൻ എത്രത്തോളം തകർന്നു എന്നുള്ളത് വ്യക്തമായി തന്നെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 4 സ്ഥലങ്ങളെയും ചേർത്ത് 30 സ്ക്വയർ കിലോമീറ്ററിൽ കൂടുതലുണ്ട്. ഇത് റഷ്യയുടെ ഒഫൻസീവ് ഡോൺബോസ് റീജിയണിൽ വളരെ വേഗത്തിൽ നടക്കുന്നു എന്നുള്ളത് വ്യക്തമായി നമുക്ക് കാണിച്ചു വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും കേഴ്സ്കിനെ കയ്യിലാക്കണമെന്ന് ചിന്തിച്ച് അകത്തേക്ക് പോയ ഉക്രൈൻ അവരുടെ നാടിനുള്ളിൽ തന്നെ നടക്കുന്ന തന്ത്രങ്ങളൊന്നും മനസ്സിലാക്കാതെ വിട്ടു. ഈ സമയത്ത് ഒരുപാട് രാഷ്ട്രീയ സമ്മർദ്ദം അവർ അനുഭവിക്കുന്നുണ്ട്. അവരുടെ 7 മിനിസ്റ്റേഴ്സ് നേരത്തെ തന്നെ റിസൈൻ ചെയ്തു. ഫോറിൻ മിനിസ്റ്റർ, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, മറ്റൊരുപാട് പ്രധാനപ്പെട്ട മിനിസ്റ്റേഴ്സ് കഴിഞ്ഞ ആഴ്ച തന്നെ റിസൈൻ ചെയ്തു. അപ്പോൾ ഉക്രൈനിൽ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം വർദ്ധിച്ചു വരികയാണ്. ഫോഴ്സ്ഡ് മൊബിലൈസേഷൻ പോലും ഉക്രൈനിൽ ഇപ്പോൾ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ കേഴ്സ്ക് അധിനിവേശം ഉക്രൈൻ ചെയ്യാതിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രത്തോളം നഷ്ടങ്ങൾ ഒരിക്കലും അവർക്ക് ഉണ്ടാകുമായിരുന്നില്ല. കാരണം കേഴ്സ്ക് അധിനിവേശത്തിന് ശേഷമാണ് റഷ്യ ഈ സ്ഥലങ്ങളെല്ലാം ക്യാപ്ചർ ചെയ്യാനുള്ള വേഗത വർദ്ധിപ്പിച്ചത്. ഇതിനിടയിൽ ആവശ്യമില്ലാതെ മോസ്കോയിലും ഇപ്പോൾ ഉക്രൈൻ ആക്രമണം നടത്തുന്നുണ്ട്. ഈ ആക്രമണത്തിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. ഉക്രൈന്റെ തലസ്ഥാനത്തെ റഷ്യ ആക്രമിക്കുമ്പോൾ ഉക്രൈൻ സെലൻസ്കിക്ക് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വർദ്ധിക്കും. അതുപോലെ റഷ്യയുടെ തലസ്ഥാനത്തെ ആക്രമിച്ചാൽ റഷ്യൻ ജനങ്ങളുടെ രോഷം അവിടെ വർദ്ധിക്കും. പുടിൻ റഷ്യയെ നശിപ്പിക്കുകയാണ്, റഷ്യക്കാരുടെ സമാധാനം നശിപ്പിക്കുകയാണ് എന്ന് പുടിനെതിരെ ഒരു സൈക്കോളജിക്കൽ പ്രശ്നമുണ്ടാക്കണം. അതിനുവേണ്ടിയാണ് മോസ്കോയെ പല തവണ ഉക്രൈൻ ലക്ഷ്യമിടാൻ കാരണം തന്നെ. എന്നാൽ അങ്ങനെ ഒരു അവസ്ഥയാണോ റഷ്യയിൽ സംഭവിക്കുന്നത് എന്ന് നോക്കിയാൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. റഷ്യയിലെ പല പ്രവിശ്യയിൽ ഒരു ഇലക്ഷൻ നടത്തുന്നു. അതിലെല്ലാം പുടിൻ പാർട്ടിയിലുള്ളവരാണ് ജയിക്കുന്നത്. അങ്ങനെയെങ്കിൽ പുടിനുള്ള പിന്തുണയും റഷ്യയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ കേഴ്സ്ക് അധിനിവേശം ഉക്രൈന് തന്നെ തിരിച്ചടിയാകാൻ തുടങ്ങിയിട്ടുണ്ട് വലിയ രീതിയിൽ. എങ്ങനെയാണ് അവർ അതിൽ നിന്നും പുറത്തേക്ക് വരാൻ പോകുന്നത്? അടുത്ത് അമേരിക്കയുടെ ഇലക്ഷനിൽ ഇത് എങ്ങനെയായിരിക്കും ബാധിക്കാൻ പോകുന്നത്? ഇവയെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രധാനമായും ഡോൺബോസ് മേഖലയിലെ റഷ്യൻ സൈനികരെ തടയാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് ഉക്രൈൻ സൈനികർ തന്നെ തുറന്നു പറഞ്ഞു. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.